എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സെക്രട്ടേറിയറ്റിൽ റാങ്ക് ലിസ്റ്റ് വരിക, അതുപോലെ തന്നെ ഇപ്പം അച്ഛനും അമ്മയും വർക്ക് ചെയ്തെടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചിലപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയി എഴുതുന്ന എക്സാംസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പ്രതീക്ഷിച്ച് പോയി എഴുതുന്ന എക്സാംസ് ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. എനിക്ക് LD ഇതേപോലെ ആയിരുന്നു. LD ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയി എഴുതിയ എക്സാമാണ്. ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, അടുത്ത എക്സാംസ് വരികയാണല്ലോ, അടുത്ത ലെവൽ എക്സാംസ് വരികയാണല്ലോ, നമുക്കത് പിടിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതെനിക്ക് ഒരു മോട്ടിവേഷനായി. ടീം ലക്ഷ്യ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് എന്നെ കൈപിടിച്ച് എന്നെ അമ്മ അവിടെയാണ് ഏൽപ്പിച്ചത്, ശിവ സാറിനാണ് ഏൽപ്പിച്ചത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫുൾ ഒരു നല്ല രീതിയിൽ എനിക്കൊരു ബേസ് തന്നു കിട്ടി. ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കിട്ടിയ ബേസാണ്. ഞാൻ 100-നകത്ത് റാങ്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 100-ന് മുകളിലായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇങ്ങനെ ഭയങ്കര കൂടുതലായിരിക്കും കട്ട് ഓഫ് വരിക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് ഗൗതം കൃഷ്ണ. ഞാൻ പൂജപ്പുരയാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മൂമ്മ എന്നിവരാണ് ഉള്ളത്. അച്ഛൻ റിട്ടയർഡാണ്, സെക്രട്ടേറിയറ്റിലായിരുന്നു. അമ്മ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്, സെക്രട്ടേറിയറ്റ് തന്നെയാണ്. അനിയത്തി ഇപ്പം ഡിഗ്രി 3rd ഇയർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 52ാമത്തെ റാങ്ക് കിട്ടി. അത് ഒരുപാട് വർഷത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ബോട്ടണിയിലാണ്. അത് മാറി വേനസ് കോളേജ് നാലാഞ്ചിറയിൽ നിന്നായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ PG പഠിക്കാനായിട്ട് ഈ ഡിസ്റ്റൻ്റായിട്ട് തന്നെ എടുത്തു. കാരണം ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ PSCയോ ഇല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെയാണ് ഡിസ്റ്റൻ്റായിട്ട് ഞാൻ എടുത്തത്. ഞാൻ ആ സമയത്ത് തന്നെയാണ് ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത്. ലക്ഷ്യയിൽ തന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ശിവ സാറിന് പരിചയപ്പെട്ടായിരുന്നു. ശിവ സാറിന് നേരത്തെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്തത്. 2022 യൂണിവേഴ്സിറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തത്. അത് ആദ്യ സമയം തന്നെയാണ് ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നത്. അത് ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലക്ഷ്യയിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഞാൻ കുറേ എക്സാംസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു കോമ്പറ്റീഷനെ പറ്റി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ലക്ഷ്യയിൽ വന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തത്. നമ്മൾ ആ ഒരു ക്ലാസ് റൂം കാണുമ്പോഴത്തേക്കും ഒരുപാട് പിള്ളേരുണ്ട്, ഒരു 100ൻ്റെ മുകളിൽ പിള്ളേരുണ്ട്. മനസ്സിലായി എത്രത്തോളമാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് തരുന്ന ഓരോ ഹെൽപ്പും, അതുപോലെ തന്നെ ഇടുന്ന ഓരോ എക്സാംസും, ഡെയിലി എക്സാംസ് ആയിക്കോട്ടെ, മന്ത്ലി എക്സാംസ്, ഇങ്ങനത്തെ ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. അതിലെല്ലാം പിള്ളേരെല്ലാവരും 90% മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം ഒരു കൂടുതൽ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒരു പ്രചോദനമായിട്ട് മാറി. ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റേതായുള്ള രീതിയിൽ സിലബസ് എടുത്ത് വെച്ചിട്ട് ഈ പറ്റുന്ന ടോപ്പിക്സ് ആദ്യമേ തന്നെ കവർ ചെയ്ത് തീർക്കാനുള്ളൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാം ആദ്യമൊക്കെ എനിക്ക് പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡെയിലി ടെസ്റ്റിനായിരുന്നാലും മാർക്ക് ഇച്ചിരി കുറവായിരുന്നു. അതിനുശേഷം ഇങ്ങനെ കുറച്ച് നന്നായിട്ടൊന്ന് ബാക്കിയുള്ള ടോപ്പിക്കുകളും നോക്കാൻ തുടങ്ങി, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും നോക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടെ ഞാനിങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ഡെയിലി ടെസ്റ്റിനും അതുപോലെ മന്ത്ലി ടെസ്റ്റിനൊക്കെ മാർക്ക് കൂടി വരാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു ഇൻപുട്ടായിരുന്നു. ഒരു കാര്യം ഇടുന്ന ഒരു എഫേർട്ടിന് അതിൻ്റേതായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. ആ വർഷം നടന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അന്ന് എനിക്ക് കിട്ടിയ റാങ്ക് 544 പക്ഷേ എനിക്ക് അത് പിന്നെ മനസ്സിലായത് 544 ഇച്ചിരി ബാക്കിലോട്ടാണ്. അത് കുറച്ചും കൂടി ഒന്ന് പഠിച്ചാൽ മാത്രമേ കുറച്ചും കൂടെ നല്ല റാങ്കിൽ വരാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് LSCS സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിലെനിക്ക് 315ാമത്തെ റാങ്ക് കിട്ടി. തുടർന്ന് പഠിച്ചതിൻ്റേതായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് ആ ഒരു റാങ്കിൽ എത്തിപ്പെടാൻ പറ്റിയത്. അതിനുശേഷം വന്ന എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ. നോക്കിയപ്പോൾ 2 പേപ്പറുണ്ട്. നേരത്തെ ഞാൻ LSCS പ്രിപ്പയർ ചെയ്തതുകൊണ്ട് 2 പേപ്പർ ഉള്ളതുകൊണ്ടും എനിക്ക് വലിയ കുഴപ്പമുണ്ടാകുന്ന തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡിയാണ് ഞാൻ ചൂസ് ചെയ്തത്. സെൽഫ് സ്റ്റഡി ആണെങ്കിലും ഞാനൊരു സെൻറ്ററിൽ പോയി, അതായത് ഞാനിപ്പോൾ ഒരു റീഡിംഗ് റൂമിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അതാകുമ്പോഴത്തേക്കും വീട്ടിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നി. അതുപോലെ തന്നെ ആ കൂടെ ഉള്ളവർ, അപ്പുറത്ത് ഇത് പഠിക്കുന്നവർ, നമുക്ക് അറിയാവുന്നവരും അതുപോലെ തന്നെ പഠിക്കുന്നവരും അവരും അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷനാണ് പഠിക്കാനായിട്ട്.
അങ്ങനെ മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഡെയിലി ഒരു ആവറേജ് ഒരു 5 to 6 hours പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ടൈമറൊക്കെ വച്ചിട്ട് സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു എത്ര ദിവസമായി എന്നൊക്കെ രീതിയിൽ. അങ്ങനെയൊക്കെ ചെയ്ത് ആണ് നോക്കി പ്രിപ്പയർ ചെയ്തത്. ഞാൻ സിലബസ് നോക്കുമ്പോഴത്തേക്കും സിലബസ് 2 പേപ്പറിലും കൂടെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷും മലയാളം ഉള്ളതുകൊണ്ട് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി. പക്ഷേ പേപ്പർ 2 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പുതിയ സാധനങ്ങൾ, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുതിയ സാധനങ്ങൾ. അപ്പോൾ അതിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ LSCA സെക്രട്ടറിയിൽ ഉണ്ടാക്കിയൊരു മിസ്റ്റേക്കാണ്. പേപ്പർ 1 മൊത്തമായിട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ട് പേപ്പർ 2 പഠിച്ചു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പേപ്പർ 1 മാർക്ക് കുറഞ്ഞു. അപ്പം അത് ഇപ്രാവശ്യം പറ്റരുത് എന്നുള്ള രീതിയിൽ ഞാൻ പേപ്പർ 1ഉം 2ഉം ഒരേപോലത്തെ രീതിയിൽ റിവിഷൻ ചെയ്തു, ഒരേപോലത്തെ രീതിയിൽ പഠിച്ചു. അങ്ങനെ സ്പേസ്ഡ് ആയിട്ട്, അതായത് ഇപ്പം ഇന്ന് പഠിച്ച സാധനം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ റിവിഷൻ ചെയ്യും. അങ്ങനെ ഞാൻ റിവിഷൻ നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാപ്പോഴും പറ്റത്തില്ല, എന്നാലും പറ്റാത്ത രീതിയിൽ ഞാനത് കൊണ്ടുപോകുമായിരുന്നു. ഒരു ഡയറികളൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ നോക്കുമായിരുന്നു. അത് പറ്റാത്ത ദിവസങ്ങളുള്ളത് അടുത്ത ദിവസം കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സെക്രട്ടറി അസിസ്റ്റൻ്റ് പഠിച്ചത്. എക്സാം വന്നപ്പോഴത്തേക്കും രാവിലെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പേപ്പർ കണ്ടപ്പോഴത്തേക്കും അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് എല്ലാം. കുറച്ച് അറ്റംപ്റ്റ് ഞാൻ കൂട്ടി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിലും അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുത്തു. അതിനുശേഷം എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നു ഭയങ്കര എളുപ്പമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ തോന്നി, ഓക്കെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റീഡിംഗ് റൂമിൽ വന്നിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര മാർക്ക് കിട്ടും എന്ന് കാൽക്കുലേറ്റ് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 160 സംതിങ് മാർക്ക് എനിക്കുണ്ട്. ഞാനൊന്ന് ഓക്കെ എന്താ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായി. അതിനുശേഷം അത്യാവശ്യം ഒരു ചെറിയൊരു രീതിയിൽ എനിക്ക് സന്തോഷമായി, കാരണം അത്യാവശ്യം മാർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുശേഷം പല ആൾക്കാരെ ഞാൻ വിളിച്ചു, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു. അവർക്ക് എല്ലാവർക്കും ഏകദേശം ഈ ഒരു റേഞ്ച് മാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായി. ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിലീഷൻ വന്നു. അപ്പോൾ ഡിലീഷൻ ഒരു കുറച്ച് മാർക്ക് എൻ്റെ നിന്ന് പോയി. ഡിലീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 156.33 മാർക്ക് ഉണ്ടായിരുന്നത്. അത് ഡിലീഷൻ എന്നെ കുറച്ച് രീതിയിൽ അഫക്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് മാർക്കാണ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു 15 മാർക്സ് അടുപ്പിച്ചിട്ട് കട്ട് ഓഫിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് എങ്ങനെയാണ് റാങ്ക് വരിക എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ട്. ആ സമയത്താണ് എനിക്ക് സെക്രട്ടേറിയറ്റ് OA അഡ്വൈസ് ആവുന്നത്. അത് പെട്ടെന്നായിരുന്നു അഡ്വൈസ് ആയതും, പെട്ടെന്നായിരുന്നു എക്സാമും എല്ലാം. 470 അഡ്വൈസ് ഒരുമിച്ച് പോയതാണ്. എനിക്ക് പെട്ടെന്ന് കിട്ടി. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ എനിക്ക് OA ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉള്ളവരും എല്ലാവരും, എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം ഈ റാങ്ക് ലിസ്റ്റിലെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ ആ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ അത്യാവശ്യം ഒന്ന് നോക്കാനൊക്കെ പറ്റി. അങ്ങനെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രിപ്പറേഷൻ. അതുപോലെ തന്നെ സെക്ഷനിലുള്ളവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ സമയം കിട്ടുന്ന സമയമെല്ലാം ബുക്കും എല്ലാം എടുത്ത് വെച്ചിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തു, ഭയങ്കര ഹെൽപ്പ് ചെയ്തു. സെക്രട്ടറി ഇൻ്റർവ്യൂ എനിക്ക് അവസാന ദിവസമായിരുന്നു, 6-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. അവസാനത്തെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ബാച്ചായിരുന്നു എൻ്റെ. ആ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അത്യാവശ്യം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചെറിയ രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു കൂടി പോലെ 5 മിനിറ്റ്സ് എടുത്തു. അത്യാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്തതായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പറയാനും എല്ലാം പറ്റി. പക്ഷേ കുറച്ച് മാർക്കൊന്ന് കുറഞ്ഞു പോയി. എനിക്ക് ഇൻ്റർവ്യൂവിന് വലിയ മാർക്ക് ഉണ്ടായിരുന്നില്ല, 20 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 100-നകത്ത് റാങ്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 100-ന് മുകളിലായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഇങ്ങനെ ഭയങ്കര കൂടുതലറിയും കട്ട് ഓഫ് വരിക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 100-ൻ്റെ അകത്ത് ഞാൻ വളരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഓക്കെ എവിടെയെങ്കിലും നല്ല റാങ്കിൽ വരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റാങ്ക് വന്നപ്പോൾ 52 ഉണ്ട്. വളരെ ഹാപ്പിയാണ്, വളരെ പ്രൗഡാണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ GADയിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ വൈഫ് സെക്രട്ടേറിയറ്റിൽ തന്നെ ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവനാണ് ഗൗതം കൃഷ്ണ, മോളുടെ പേര് ഗൗരി നന്ദ. ഗൗതം ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ അവനിങ്ങനെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളൊന്നും ചെയ്യണമെന്ന് താല്പര്യമില്ല. ഇങ്ങനെ സിവിൽ സർവീസും അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യാനാണ് താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള പഠിത്തം ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വളരെ ആത്മാർത്ഥതയോടെ തന്നെ അവൻ പഠിച്ചു എന്നുള്ള മനസ്സിലാക്കണം. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള ഒരു ടെസ്റ്റ് കിട്ടണമെങ്കിൽ അത് വളരെ ഒരുപാട്
ലക്ഷക്കണക്കിന് ആളുകൾ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയിൽ ഇത്രയും മികച്ച വിജയമാണ്, 52 റാങ്ക് എന്ന് പറയുന്നത് മികച്ച വിജയമാണ്. അപ്പോൾ ആ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി വളരെ കഠിനാധ്വാനം തന്നെ ചെയ്തു എന്ന് പറയണം. കാരണം വെച്ചാൽ വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടത്തിയത്. അപ്പോൾ അതിന് മുമ്പ് അവന് പിന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി, പിന്നെ അതുപോലെ സെക്രട്ടേറിയറ്റ് വിഭാഗത്തിൽ തന്നെ OA ആ ടെസ്റ്റ് അതെല്ലാം കിട്ടിയായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ OA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജോബ് കിട്ടിയപ്പോൾ തന്നെ അറിയാമായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അതുപോലെ അക്കൗണ്ട് ജനറൽ ഓഫീസ്, ഇങ്ങനെ തുടങ്ങി 6ഓളം വകുപ്പുകളിലേക്കാണ് നമ്മളെ ഈ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഭൂരിഭാഗവും സാധാരണ വരാറുള്ളത് സെക്രട്ടേറിയറ്റ് വിഭാഗത്തിൽ നിന്നാണ്. പിന്നെ അതുമാത്രമല്ല, എപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും. അതെപ്പോഴും ദൈവാനുഗ്രഹവും അതുപോലെ കഠിനാധ്വാനവും അതുപോലെ മറ്റ് നമ്മുടെ വീട്ടിലും നാട്ടിലുള്ള എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. എനിക്കിപ്പം അടുത്ത ഡിഗ്രിയിലുള്ള എക്സാംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പം ഒരു എക്സാം കിട്ടിയില്ല, ഇല്ലെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടുന്നത് വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയി എഴുതുന്ന എക്സാംസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പ്രതീക്ഷിച്ച് പോയി എഴുതുന്ന എക്സാംസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എനിക്ക് LD ഇതേപോലെ ആയിരുന്നു. LD ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയി എഴുതിയ എക്സാമാണ്. ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, അടുത്ത എക്സാംസ് വരികയാണല്ലോ, അടുത്ത ലെവൽ എക്സാംസ് വരികയാണല്ലോ, നമുക്കത് പിടിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം അതെനിക്ക് ഒരു മോട്ടിവേഷനായി. ഞാനത് കുറച്ചും കൂടെ കൂടുതൽ രീതിയിൽ സെക്രട്ടേറിയറ്റ് പഠിച്ചു, പ്രിപ്പയർ ചെയ്തു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാം ഹാർഡ് വർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പം അത്യാവശ്യം പഠിക്കുക, സിലബസ് നമുക്ക് നോക്കി കവർ ചെയ്യുക, സിലബസ് നമുക്ക് ഒരിക്കലും ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിപ്പം ഹോട്ട് ടോപ്പിക്സ് നോക്കുക, അത്യാവശ്യം റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻകം ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്, 5 year പ്ലാൻ സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ നോക്കുക. അപ്പം അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. അതിനകത്ത് നല്ല മാർക്ക് നമുക്ക് കിട്ടും. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ടൈം എടുക്കുക, പഠിക്കുക. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സെക്രട്ടേറിയറ്റിൽ റാങ്ക് ലിസ്റ്റ് വരിക. അതുപോലെ തന്നെ ഇപ്പം അച്ഛനും അമ്മയും വർക്ക് ചെയ്തെടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്, അതിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നെ കൂടെ ഫുൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, അതായത് എൻ്റെ അച്ഛൻ, അമ്മാമ്മ, അതുപോലെ തന്നെ വീട്ടുകാർ, കസിൻസ്, കുഞ്ഞമ്മമാർ, എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. കാര്യം ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയും ഒരു രീതിക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് തന്ന എല്ലാ ഒരു കെയറും, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്ന എല്ലാ ഒരു മോട്ടിവേഷനും എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എനിക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതേ ജേണിയിലൂടെ പോയ ആൾക്കാരാണ്. അവരെല്ലാവരും അവർ പറ്റുന്ന രീതിയിൽ എന്നെ സഹായിച്ചു. ഞാനും പറ്റുന്ന രീതിയിൽ അവരെയും സഹായിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ വളരെയധികം ഹാപ്പിയാണ്, വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ടീം ലക്ഷ്യ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് എന്നെ കൈപിടിച്ച് എന്നെ അമ്മ അവിടെയാണ് ഏൽപ്പിച്ചത്, ഷിബു സാറിനാണ് ഏൽപ്പിച്ചത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫുൾ ഒരു നല്ല രീതിയിൽ എനിക്കൊരു ബേസ് കിട്ടി. ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അത് അവിടെ നിന്ന് കിട്ടിയ ബേസാണ്. അവസാനമായിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എന്നെ ഒരുപാട് പേര് സഹായിച്ചു, ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്തു, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും എനിക്ക് നന്ദി പറയാനുണ്ട്. എല്ലാവർക്കും നന്ദി.